ഇഗ്നൈറ്റ് സ്റ്റഡി സെൻ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ സർക്കിളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ 2 ക്ലാസ് ചെയ്തു. ഇന്ന് പുതിയ ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയത്. ഞാൻ വീണ്ടും പറയുകയാണ്, സർക്കിളാണ്, വൃത്തമാണ് ചാപ്റ്റർ. ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളെന്താക്കാൻ ഓരോ പോയിന്റ് പഠിക്കാൻ. ഞാൻ വളരെ സ്ലോയിലായിരിക്കും ആ പോയിന്റ്സ് പറഞ്ഞ് മനസ്സിലാക്കുക, പോയിന്റ്സ് പറയാം. അപ്പോൾ നിങ്ങൾ ആ അത്തരത്തിൽ എന്ത് ചെയ്യുക, നല്ല സീരിയസ് ആയിട്ട് ക്ലാസ്സിലിരിക്കുക. ക്ലാസ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ കടന്നുകൊണ്ടോ ചാരി ഇരുന്നു കൊണ്ടോ അല്ലാണ്ട് നല്ല വൃത്തിയിൽ പഠിക്കണം എന്നുള്ള നല്ല രീതിയിൽ ഇരുന്ന് വൃത്തിയിൽ നോട്ടൊക്കെ എടുത്ത് ബോക്സൊക്കെ ഉപയോഗിച്ച് ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് വേണം എന്താക്കാൻ നിങ്ങൾ ഈ ചാപ്റ്ററിനെ പഠിക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വൃത്തവും ചതുർഭുജവും, സർക്കിൾ ആൻഡ് ക്വാഡ്രിലാറ്ററൽ. ക്ലിയർ? ഓക്കെ, നമ്മളെ ടോപ്പിക് വൃത്തവും ചതുർഭുജവും, സർക്കിൾ ആൻഡ് ക്വാഡ്രിലാറ്ററൽ അല്ലേ. ഇവർ തമ്മിലൊരു ബന്ധം. ഞാനിവിടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചിരുന്നോ? ഒരു വൃത്തമുണ്ട് അല്ലേ. നമുക്ക് ഈ വൃത്തം ABCD എന്ന് പറയുന്ന ചതുർഭുജത്തിന്റെ മൂലകളിലൂടെ അല്ലെങ്കിൽ വെർട്ടീസസിലൂടെ പാസ് ചെയ്തു. നമുക്ക് ഇങ്ങനെ പറയാം, ഇഫ് all 4 vertices of a quadrilateral on the circle. നോക്കണം, ABCDയുടെ എല്ലാ മൂലകളും എവിടെയാണ്? ഒരു വൃത്തത്തിലാണ്. ഇങ്ങനെയുള്ള ചതുർഭുജത്തിനെ നമ്മളൊരു പ്രത്യേക പേര് വിളിക്കും. ആ പേരാണ് ഞാൻ പറയുന്നത്. പേര് ശ്രദ്ധിക്കണേ, ചക്രീയ ചതുർഭുജം. എന്താണ് പേര്? ചക്രീയ ചതുർഭുജം. ഓക്കെ അല്ലേ? ഇംഗ്ലീഷില് അതിനെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാം. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പൊ എന്താ മക്കളെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞാൽ ഇത്ര നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഒരു ചതുർഭുജം നോക്കണേ, ABCD എന്ന് പറയുന്ന ഒരു ചതുർഭുജം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അതിന്റെ എല്ലാ മൂലകളും എവിടെയായാലും വൃത്തത്തിലായാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ചക്രീയ ചതുർഭുജം. വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, a circle passing through all 4 vertices of a quadrilateral. Such a quadrilateral is called എന്താണ്? സൈക്ലിക് അല്ലെങ്കിൽ ചക്രീയം എന്ന് പറയാം. ഇനി ഈ ചക്രീയ ചതുർഭുജത്തിന്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് പറയാം. നോക്കണേ, ഈ ആംഗിൾ A ഞാൻ ഇവിടെ എടുക്കും, ആംഗിൾ Cയും ഞാൻ ഇവിടെ എടുക്കും. അതായത് ഈ കോൺ Aയും കോൺ Cയും തമ്മിൽ കൂട്ടിയാൽ നമുക്ക് എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി. അതുപോലെ ഇവിടെയും പ്രത്യേകത, കോൺ Bയും കോൺ Dയും തമ്മിൽ കൂട്ടിയാലും അഥവാ എതിർ കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. എന്തിൻ്റെത്? ചക്രീയ ചതുർഭുജം. നമുക്കറിയാം അല്ലെ, ചതുർഭുജത്തിന് 4 കോണുകളാണ്. ആ 4 കോണുകളും കൂട്ടിയാൽ എത്ര ഡിഗ്രി സുഹൃത്തുക്കളെ? 360. അത് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്, അതിലൊന്നും യാതൊരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ചക്രീയ ചതുർഭുജം അല്ലേ. എന്താ ചക്രീയ ചതുർഭുജം? നമ്മൾ പഠിച്ചു. എന്താ കണ്ടീഷൻ? എല്ലാ വെർട്ടീസസും ഓൺ ദി സർക്കിൾ സച്ച് എ ക്വാഡ്രിലാറ്ററൽ ഈസ് കോൾഡ് സൈക്ലിക്. ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സംഖ്യയാണ് 180. ആംഗിൾസ് 180 കിട്ടുന്നതിന് നമ്മൾ ഒരു പേര് പറയാറുണ്ട് മക്കളെ, സപ്ലിമെന്ററി ആംഗിൾ. എന്താ ആംഗിൾ? സപ്ലിമെന്ററി ആംഗിൾ. ഓക്കേ, മലയാളത്തില് അതിന് നമ്മൾ പറയും അനുപൂരക കോൺ. ഓക്കേ, അനുപൂരക കോൺ നമ്മൾ പറയാറുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നമ്മൾ പുതിയൊരു സാധനം പഠിച്ചു. എന്താണ് സപ്ലിമെന്ററി ആംഗിൾ? സപ്ലിമെന്ററി ആംഗിൾ പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? കോണുകൾ, എതിർ കോണുകൾ എത്രയാവണം? 180 ഡിഗ്രി ആവണം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മളിത് എങ്ങനെയൊന്ന് ഞാൻ തെളിയിച്ചു തരാം. നമ്മൾ പറഞ്ഞത് ശരിയാണോ നോക്കേ. കോൺ Aയും കോൺ Cയും തമ്മിൽ കൂട്ടുന്നത് 180 ആണോ എന്നുള്ളത് നമുക്കൊന്ന് തെളിയിക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിന്റെ സർക്കിളിന്റെ സെന്റർ ആണ്. അപ്പൊ ഞാൻ ഈ സെന്ററിൽ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യാണ്. അതാ ഇതിലേക്ക് മാർക്ക് ചെയ്തു, അതേപോലെ ഡിഗ്രി മാർക്ക് ചെയ്തു. അപ്പൊ BD എന്ന് പറയുന്ന എന്ത് ഇവിടെ സെന്റർ ഉണ്ട്. BD എന്ന് പറയുന്ന ചാപം
ഇവിടെ കേന്ദ്ര കോണിൽ ഉണ്ടാക്കിയ കേന്ദ്ര കോണിൽ ഒരു ആംഗിൾ ഉണ്ട് അല്ലെ, അതിന് ഞാൻ എന്ത് വിളിച്ചു? എക്സ് ഡിഗ്രി എന്ന് വിളിച്ചു. എന്നാൽ ശ്രദ്ധിക്കണേ, ബി സി ഡി എന്ന് പറയുന്ന ഒരു ചാപം കണ്ടു നിങ്ങൾ അല്ലെ, നമ്മൾ പഠിച്ചതാണ് ക്ലാസ്സിൽ. ഈ ചാപം അതിന്റെ കേന്ദ്ര കോണിൽ ഒരു എക്സ് ഡിഗ്രി ഉണ്ടാക്കിയാൽ അതേ ചാപത്തിന്റെ മറു ചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ ഈ എക്സിന്റെ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും? പകുതിയാണെന്ന് നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ. നിങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കും. എന്താ പറയുന്നത്? ബി സി ഡി എന്ന് പറയുന്ന ഒരു ആർക്ക് അതിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്നത് ഈ എക്സ് ഡിഗ്രിയുടെ എന്തായിരിക്കും? എക്സ് ബൈ 2. ഫോർ എക്സാമ്പിൾ പറഞ്ഞ ഇവിടെ 140 ആണെങ്കിൽ ഇതിന്റെ 140ന്റെ പകുതി 70 ആയിരിക്കും എന്നർത്ഥം. ഇനി ഇവിടെ നോക്ക്, ഞാൻ ഈ ബി എ ഡിനെ ചാപമായിട്ട് കൺസിഡർ ചെയ്താലോ? ബി എ ഡി ഒരു ചാപമായിട്ട് എടുത്താൽ ആ ബി എ ഡി ഇവിടെ കേന്ദ്ര കോണിൽ ഉണ്ടാക്കുന്ന ആംഗിൾ y ഡിഗ്രി നമ്മൾ വിളിച്ചാൽ ഈ ബി എ ഡിയുടെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ഇത് y ബൈ 2 അല്ല സുഹൃത്തുക്കളെ? y ബൈ 2 ആണ്. റെഡി അല്ലേ? ഓക്കെ. ഇനി നമുക്ക് തെളിയിക്കേണ്ടത് കോൺ എയും കോൺ സിയും തമ്മിൽ കൂട്ടുമ്പോൾ 180 കിട്ടണം. നമുക്ക് തെളിയിക്കേണ്ടത് കോൺ എയും കോൺ സിയും തമ്മിൽ കൂട്ടുമ്പോൾ 180 കിട്ടുമെന്നാണ് നോക്കണ്ടേ. അതിനു മുമ്പ് ഇവിടെ നോക്കണേ, ഇവിടെ ഒരു എക്സ് ഉണ്ട് അല്ലേ? എക്സും വൈയും ഉണ്ട്. ഒരു വൃത്തത്തിന് ചുറ്റും കിടക്കുന്ന കോൺ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി അല്ലേ? അപ്പൊ ഇങ്ങനെ ഇതിൽ കൂടെ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 360 ആണ്. എക്സും വൈയും കൂട്ടിയാലൊക്കെയാണ് 360 ആണ്. നമുക്ക് തെളിയിക്കേണ്ടത് അതല്ലല്ലോ. നമുക്ക് തെളിയിക്കേണ്ടത് കോൺ എയും കോൺ സിയും തമ്മിൽ കൂട്ടിയാൽ 180. അപ്പൊ ഞാനിവിടെ കോൺ എക്ക് ഒരു വാല്യൂ ഉണ്ട്. എന്താ കോൺ എയുടെ വാല്യൂ? എക്സ് ബൈ 2. ഞാൻ എഴുതി എക്സ് ബൈ 2 കൂട്ടണം. എന്താ കോൺ സിയുടെ വില? y ബൈ 2. ഇവിടെ ഛേദങ്ങൾ തുല്യല്ലേ, ഡിനോമിനേറ്റർ തുല്യല്ലേ? അപ്പൊ നമുക്ക് ഡയറക്റ്റ് കൂട്ടാം. അപ്പൊ ഇങ്ങനെ എഴുതാം എക്സ് പ്ലസ് വൈ ബൈ 2. എന്താ എക്സ് പ്ലസ് വൈയുടെ വില? 360 അല്ലേ? നമ്മൾ കൊടുക്കുമ്പോൾ പറഞ്ഞില്ല എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 360. ഞാൻ ഇവിടെ കൊടുത്താൽ 360 ബൈ 2, അതായത് 180. എന്താ പറയുന്നതിന് അർത്ഥം? ഈ 180 ഡിഗ്രിയാണ് കോൺ എയും കോൺ സിയും തമ്മിൽ കൂട്ടിയാൽ 180. ഒരു സംശയം, സാറേ അങ്ങനെയാണെങ്കിൽ കോൺ ബിയും കോൺ ഡിയും കൂടി 180 കിട്ടുമോ? ഒരു പഠിച്ചില്ലേ, ചതുർഭുജത്തിന്റെ മൊത്തം കോൺ എത്ര? 360. അതിൽ ആര് പോയി? 180 പോയി. പിന്നെ ബാക്കി എത്ര ഉള്ളത്? 180. ആ 180 ഇവര് രണ്ടാമത് ചേർന്നതല്ലേ അല്ലേ? അപ്പൊ ഇവര് രണ്ടാമത് കൂട്ടിയാൽ 180 ആണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച പോയിന്റ് ചക്രീയ ചതുർഭുജം എന്നാൽ എന്ത്? എന്താ പറയുന്നത്? ഡെഫിനിഷൻ നന്നായി മനസ്സിലാക്കിയിരിക്കുക. ഡെഫിനിഷൻ എന്താ? ചതുർഭുജത്തിന്റെ 4 മൂലകളും വൃത്തത്തിലാണെങ്കിൽ അതിനെ വിളിക്കാം എന്ത്? ചക്രീയ ചതുർഭുജം. ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, if all 4 vertices of a quadrilateral on the circle such a quadrilateral is called a cyclic. എന്താ സൈക്ലിക്കിന്റെ വേറെ പ്രത്യേകത? ഓപ്പോസിറ്റ് ആംഗിളിന്റെ സമയത്തിലായിരിക്കും 180. അതിന് നമ്മളൊരു പേര് വിളിച്ചു. എന്താ ആംഗിൾ? നമ്മൾ പറയും സപ്ലിമെന്ററി, അനുപൂരക. ഓക്കെ, അപ്പൊ ഈ ടോപ്പിക് ക്ലിയർ അല്ലേ? നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു കാര്യം കൂടി പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ചതുർഭുജത്തിന്റെ 4 മൂലകളും വൃത്തത്തിലാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും ചക്രീയ ചതുർഭുജം. അങ്ങനെ ചക്രീയ ചതുർഭുജം ആയാൽ എന്തുകൊണ്ടാണ്? അതിന്റെ എതിർ കോണുകളുടെ തുക എത്രയാണ്? അഥവാ കോൺ എയും കോൺ സിയും തമ്മിൽ കൂട്ടുമ്പോൾ 180 ആണ്. മനസ്സിലായി? അതുപോലെ തന്നെ കോൺ ബിയും കോൺ ഡിയും തമ്മിൽ കൂട്ടുമ്പോൾ 180 ആണ്. ക്ലിയർ അല്ലേ? നമ്മൾ പഠിച്ചു. ഇനി സപ്പോസ് ഞാൻ ഇങ്ങനെ വരച്ചാലോ, ഒരു ചതുർഭുജത്തിന്റെ അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററലിന്റെ 3 വെർട്ടെക്സും ഓൺ ദി സർക്കിളോ 1 വൃത്തത്തിനകത്തും വരും. അങ്ങനെയാണെങ്കിൽ ചതുർഭുജം വിളിക്കാം. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്നിനെ വിളിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം സൈക്ലിക് ആവണമെങ്കിൽ 4 മൂലകളും വൃത്തത്തിലാവാം. ഇത് എവിടെയാണ്? ഉള്ളിലാണ്. അപ്പോ ഈ ഞാൻ ചോദിക്കണേ, ആംഗിൾ ബിയും ആംഗിൾ ഡിയും തമ്മിൽ കൂട്ടിയാൽ 180 എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞേ, 180നേക്കാൾ ചിലപ്പോൾ കൂടും, 180നേക്കാൾ ചിലപ്പോൾ കുറയും. നമ്മൾ ചാപ്റ്ററിന്റെ തുടക്കത്തിലെ ഒരു 90ന്റെ കേസ് പഠിച്ചിരുന്നു അല്ലെ? ഓൺ ദി സർക്കിൾ 90, ഉള്ളിലാണെങ്കിലോ
90-നേക്കാൾ കൂടി, പുറത്താണെങ്കിലോ നമ്മൾ പറഞ്ഞില്ലേ മാർക്കിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, മാർക്ക് കൂടിയാൽ ഉള്ളിൽ കയറി, മാർക്ക് കുറഞ്ഞാൽ പുറത്തായി അല്ലെ. അപ്പോ ഇത് ഉള്ളിലാണ് കിടക്കുന്നത് ഒരു വെർട്ടെക്സ്. അതായത് കോണ് ബിയും കോണ് ഡിയും കൂടി കൂട്ടുമ്പോ 180-നേക്കാളും എന്തായിരിക്കും കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ട് ഇവിടെ, അങ്ങനെയാണെങ്കിൽ സാറേ ആംഗിൾ എയും ആംഗിൾ സിയും കൂടി 180 കിട്ടൂലല്ലോ. കാരണം നമുക്ക് ആംഗിൾ ബിയും ആംഗിൾ ഡിയും തന്നെ 180-നേക്കാൾ കൂടി, മൊത്തം കൂട്ടിയാൽ 350 അല്ലേ. അതിൽ ഈ രണ്ട് കോണുകൾ കൂട്ടിയാൽ തന്നെ 180-നേക്കാൾ കൂടി. പിന്നെ 180 ഉണ്ടാവോ? കുറവല്ലേ ഉണ്ടാവുക? അത് മനസ്സിലാക്കുക. ഇനി സാന്ദർഭികമായിട്ട് മനസ്സിലാക്കുക. ഇനി ഇങ്ങനെയാണെങ്കിലോ ഇതൊന്ന് ഉള്ളിലേക്ക് കയറി, അങ്ങനെയാണെങ്കിൽ ഒന്ന് പുറത്തേക്ക് പോയാലോ? പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ കണ്ടീഷൻ 90-ന്റെ കണ്ടീഷൻ പ്രകാരം കുറവാണെങ്കിൽ 90-നേക്കാൾ കുറഞ്ഞു. അതായത് ആംഗിൾ ബിയും തമ്മിൽ കൂട്ടിയാൽ കുറയും, ആരെക്കാളും 180-നേക്കാൾ. അപ്പോഴും സംശയം, ഇവര് തമ്മിൽ കൂട്ടിയാൽ 180 കിട്ടുമോ? ഇത് 180-നേക്കാൾ കുറഞ്ഞില്ലേ? അപ്പൊ ഇവര് തമ്മിൽ കൂട്ടുന്ന 180-നേക്കാൾ കൂടുതലേ? അപ്പൊ നന്നായിട്ട് ഉണ്ടാക്കുക, ക്ലിയർ ആക്കി മനസ്സിലാക്കുക. അപ്പൊ സൈക്ലിക് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഉള്ളിലേക്ക് കയറിയതല്ല, പുറത്തേക്ക് പോയാലും അല്ല. അപ്പൊ ഇനി നമ്മൾ എന്താക്കുക, ഇങ്ങനെ പഠിച്ചിട്ട് സൈക്ലിക് കോർഡിനേറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. നമ്മൾ ഇപ്പൊ പഠിച്ച ഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. നന്നായിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഇതുള്ളൂ, ചതുർഭുജം ABCDയുടെ കോണുകൾ എന്താക്കുക കണ്ടെത്തുക. ഫൈൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCD. ഇങ്ങനെ ക്വസ്റ്റ്യൻ. ഇനി ആദ്യം നോക്കേണ്ടത്, ഇവിടെ തന്നിരിക്കുന്ന ചതുർഭുജം എന്ത് ചതുർഭുജമാണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് അല്ലെ. എന്തുകൊണ്ടാണ് നോക്കണം? എയും ബിയും സിയും ഡിയും ഒക്കെ ഓൺ ദി സർക്കിൾ ആണ്. vertices ഒക്കെ എവിടെയാണ്? സർക്കിൾ ആണ്. സോ we can call it is a cyclic quadrilateral. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് നമുക്ക് വ്യക്തമാണ്. ചക്രീയ ചതുർഭുജം. ഇവിടെ ഒരു കോൺ A തന്നിട്ടുണ്ട് 80 ആണ്. ഇവിടുത്തെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ്, പുറത്തെ കോൺ 70 ആണ്. ഞാൻ ആദ്യം തുടങ്ങുന്നത് ഇവിടുന്ന് തുടങ്ങാം. ഇത് 80 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആയിട്ട് C കാണുക. കോൺ C നമുക്ക് കാണാം. നിങ്ങൾ പഠിച്ചു, ഇതൊരു ചക്രീയ ചതുർഭുജമായതിനാൽ എതിർ കോണുകളുടെ തുക അഥവാ കോൺ എയും കോൺ സിയും തമ്മിൽ കൂട്ടിയാൽ എത്ര ഡിഗ്രിയാണ്? 180 ആണ്. അപ്പൊ നമുക്ക് കോൺ എ എത്രയാണ്? ആംഗിൾ A is equal to 80 ആണെങ്കിൽ ആംഗിൾ C കാണാൻ 180 നമുക്ക് 18 എന്താക്കിയാൽ മതി? അങ്ങോട്ട് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. അപ്പം 180 ഈ 80 ഒഴിവാക്കി ഇവിടെ എത്ര ഉണ്ടാവും? 100. ശരിയാണോ? നമുക്ക് 100 plus 80 that is 180. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നോക്കുക, ഇവിടെ 70 ഡിഗ്രി ആണ് ഈ പുറത്തുള്ള കോൺ. അങ്ങനെയാണെങ്കിൽ അകത്തുള്ള ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് നോക്കണേ, ഇത് ഔട്ടർ ആംഗിൾ ആണ്, നമ്മുടെ പുറത്തുള്ള ആംഗിൾ 70 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉള്ളിലെ ആംഗിൾ കാണാം. ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? രേഖീയ ജോഡി. എന്താ വിളിക്കാം? രേഖീയ ജോഡി അല്ലെങ്കിൽ ലീനിയർ പെയർ എന്ന് വിളിക്കും. എന്താ ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആംഗിളുകൾ തമ്മിൽ കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി, 180. അപ്പൊ ഞാൻ ആംഗിൾ ബി തന്നെ എഴുതണം കേട്ടോ. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ഇവിടെ 70, ഞാൻ 180 70 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 110. ഇവിടെ 100. ഓക്കെ, അപ്പൊ ഇത് 110. ക്ലിയർ? ഇനി ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ ആംഗിൾ ആണ്. What is the relation between these two angles? ഇതിന്റെ സമയത്തിലാണ് 180 ആണ്. പോയിന്റ് ഇവിടെ 110 കൊടുത്തിട്ട് ഇവിടെ കിട്ടണമെങ്കിൽ ആംഗിൾ ബി കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? 180 നമ്മൾ 110 ഡിഗ്രിയാണ് അത് മൈനസ് ചെയ്യണം. 180 110 ഒഴിവാക്കി ബാക്കി എത്രയാവും? 70. ഓക്കെ, ഈ കൂട്ടത്തിൽ ഞാനൊരു പ്രത്യേകത പറഞ്ഞുതരാം. ഇത് 70 അല്ലേ? അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളിന്റെ ഔട്ട്സൈഡ് ആംഗിൾ അത് എത്രയായിരിക്കും? 70. പറഞ്ഞ പോയിന്റ് ഇത്രയുള്ളൂ. ഈ കോണിന്റെ എതിർവശത്തുള്ള കോണിന് പുറത്തുള്ള, ഓക്കെ, ഈ കോണിന് എതിർവശത്തുള്ള കോണിന്റെ പുറത്ത് കിടക്കുന്നതാണ് എന്തായിരിക്കും? 70. ഇവർ തമ്മിലുള്ള കോൺ എന്തായിരിക്കും? 70. രണ്ടും തുല്യമാണെന്ന് അർത്ഥം. അത് നമുക്ക് പ്രോബ്ലം വരാറുണ്ട്. അത് ഞാൻ ആ പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും
കൂടി ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. എല്ലാവരും മനസ്സിലാക്കി വെക്കാം. ഇത് 70 ആണെന്നും ഇത് എത്രയായിട്ടും 70 ആണെന്നും മനസ്സിലാക്കാം. ക്ലിയർ ആണോ? ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ഇതിനെ നീട്ടി വരച്ചു. ഇത് കാണാതെ തന്നെ ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ 100 ആയിരിക്കും മനസ്സിലാക്കുക എന്നാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ് ഫൈൻഡ് all angles of quadrilateral ABCD. ഓക്കേ, ABCD എന്ന് പറയുന്ന ചതുർഭുജത്തിന്റെ എന്ത് കാണാനാണ്? കോണുകൾ കണക്കാക്കാം. അതിനു വേണ്ടിയിട്ട് ഇവിടെ കോണുകൾ 2 കോണുകൾ തന്നിട്ടുണ്ട് അല്ലേ? ഇപ്പൊ 90 ഉണ്ട്, 80 ഉണ്ട്. ചില കുട്ടികൾ ഇങ്ങനെ വിചാരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു വൃത്തത്തില് ചതുർഭുജത്തിന്റെ 4 മൂലകളും വൃത്തത്തിലായ ചതുർഭുജം എന്താണ്? ചക്രീയ ചതുർഭുജമാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ എതിർ കോണുകളുടെ തുക 180. അപ്പൊ ഇവിടെ 90 ആണെങ്കിൽ വേഗം ഇവിടെ 180 90 കുറച്ച് എഴുതാൻ പാടില്ല. ഇല്ല, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇത് 2 വൃത്തത്തിലാണ് ഈ ആര് കിടക്കുന്നത്? ഏത് ചതുർഭുജം കിടക്കുന്നത്? നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ഒരു വലിയ വൃത്തത്തിലാണ് എയും ബിയും, ചെറിയ വൃത്തത്തിലാണ് ആരുടെ സ്ഥാനങ്ങൾ? ഡിയും സിയും. അല്ലാണ്ട് ഈ 4 എ ബി സി ഡി എന്ന് പറയുന്നത് ഒറ്റ വൃത്തത്തിലല്ല എന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് തെളിയിക്കേണ്ടത്? തെളിയിക്കല്ല, ഫൈൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ABCD. ഓക്കേ, ഓൾ ആംഗിൾ ABCD എന്താക്കണം? കോണുകൾ കണ്ടെത്താനാണ്. ഞാൻ അതിനു വേണ്ടി നോക്കണേ, ഇവിടെ ഒരു P എന്ന് പറയുന്നതുണ്ട്, ഒരു Q എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. അത് തമ്മിൽ ഞാൻ എന്താക്കി? അങ്ങോട്ട് ജോയിൻ ചെയ്തു. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ABQP അതെന്ത് ക്വാഡ്രിലാറ്ററൽ ആണ്? സൈക്ലിക് അല്ലേ? എന്തുകൊണ്ടാ? ഈ ഒരു വലിയ വൃത്തം മാത്രം നിങ്ങൾ കണ്ണിലേക്ക് ഫോക്കസ് ചെയ്യും. അതിൽ A ഇവിടെ ഉണ്ട്, B ഇവിടെ ഉണ്ട്, Q ഇവിടെ ഉണ്ട്, P ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് 80 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ എതിർ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ ഒരു കോൺ എത്ര ഡിഗ്രിയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റും? 100 ഡിഗ്രിയാണ്. കാരണം ആംഗിൾ എയും ആംഗിൾ ക്യൂവും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടണം. ക്ലിയർ? ഇതേപോലെ പറയും, ഇത് 90 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ എതിർ സ്ഥാനത്ത് കിടക്കുന്ന ഇവിടെ കിടക്കുന്ന കോണ് 180 90 ഒഴിവാക്കിയാൽ അത് എത്ര ഡിഗ്രി? 90 ഡിഗ്രി അഥവാ മട്ടകോണം. കാരണം ആംഗിൾ ബിയും ആംഗിൾ പിയും കൂട്ടിയാൽ അത് 180 ആണ്. ഇതിനെ നമ്മൾ സപ്ലിമെന്ററി എന്നൊക്കെ പറയാറുണ്ട്. കാരണം ഇതൊരു ചക്രീയ ചതുർഭുജമാണ്, ഈ ഒരു വലിയ വൃത്തത്തിലുള്ള ചതുർഭുജം. ഇനി അതേ സാധനം ഇപ്പുറത്തൊന്നും എടുക്കും, ഇതും ചക്രീയ ചതുർഭുജമായിട്ട് കിട്ടിയേ. ആര്? പി ക്യൂ സി ഡി എന്നാ പറയും. ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഇപ്പുറം കിടക്കുന്ന കോണ് 80 ഡിഗ്രി. കാരണം ഇതിനെ നമ്മൾ വിളിക്കും രേഖീയ ജോഡി. ഞാൻ എഴുതുന്നില്ല, ഇതിനെ നമ്മൾ വിളിക്കും രേഖീയ ജോഡി അഥവാ ലീനിയർ പെയർ. ക്ലിയർ ആണോ? മനസ്സിലാവുന്നതല്ലോ അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നെ പറയും, ഇത് 90 ആണെങ്കിൽ പറയും ഇവിടെ 90 ഡിഗ്രി. അത് ലീനിയർ പെയർ ആണ്. പിന്നെ സിമ്പിൾ അല്ലേ? 80 ആണെങ്കിൽ ഇവിടെ 100 ഒന്ന് കൂട്ടിക്കളാം, 180. ഇവിടെ 90 ആണെങ്കിൽ പറയടോ നിങ്ങൾ എഴുതിക്കോ. ആംഗിൾ A is equal to 80, ആംഗിൾ B is equal to 90, ആംഗിൾ C is equal to 90, ആംഗിൾ D is equal to 100. Question is solved. സിമ്പിൾ അല്ലേ? കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഓക്കേ, അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ് ചതുർഭുജ ചതുർഭുജം? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. വാട്ട് ഈസ് ദ കണ്ടീഷൻ? ആ കണ്ടീഷൻ മനസ്സിലാക്കാം. ഓപ്പോസിറ്റ് ആംഗിൾ 180 ആകുന്നതാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ കണ്ടീഷൻ. ക്ലിയർ ആണോ? ഓക്കേ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങൾ ഇവിടെ ബോർഡിൽ ചിത്രം കാണുന്നുണ്ടാവും അല്ലേ? ചിത്രം കണ്ടൊന്നും പേടിക്കേണ്ട, വളരെ സിമ്പിൾ ആണ്. നമ്മൾ പഠിച്ച പോയിന്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ആദ്യം എന്താ നോക്കാം. ഇവിടെ പ്രൂവ് ദാറ്റ് പ്രൂവ് ദാറ്റ് ABCD is a cyclic quadrilateral ആണ്. പ്രൂവ് ചെയ്യാനാണ്. ABCD ഒരു ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കും. അപ്പൊ ABCD ഇവിടെ ABCD എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എയും ഡിയും ഒരു വൃത്തത്തിലാണ്, ബിയും സിയും മറ്റൊരു വൃത്തത്തിലാണ് അല്ലെ? അഥവാ ഒരേ വൃത്തത്തിലല്ല ഈ 4 ബിന്ദുക്കളും. ഒരേ വൃത്തത്തിലാണ് ഇതിലെ 4 ബിന്ദുക്കളും എങ്കിൽ നമുക്ക് സുഖസുന്ദരമായിട്ട് ഡയറക്റ്റ് പറയാൻ അതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ തുടങ്ങാം. എങ്ങനെ തുടങ്ങാം? നമുക്ക്
ഇവിടെ ഒരു പി ഉണ്ട്, ഇവിടെ ക്യൂ ഉണ്ട്. അപ്പൊ ഞാൻ ഇതിനെ ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. മനസ്സിലാക്കാം. ഇപ്പൊ നിങ്ങൾ ഒന്നാമത്തെ വൃത്തത്തിലേക്ക് ഒന്ന് ശ്രദ്ധ കൊടുക്കുക. ബാക്കിയുള്ള അവിടെ നോട്ടെ. ഒന്നാമത്തെ എ ഇവിടെ ഉണ്ട്, ക്യൂ ഇവിടെ ഉണ്ട്, പി ഇവിടെ ഉണ്ട്, ഡി ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് എ ക്യൂ പി ഡി എന്ന് പറയുന്നത് എന്തായിട്ട് കൺസിഡർ ചെയ്യാം സുഹൃത്തുക്കളെ? ഒരു സൈക്ലിക് കോർഡിനേറ്റ് കൺസിഡർ ചെയ്യാം, ചക്രീയ ചതുർഭുജമായിട്ട്. അപ്പൊ സൈക്ലിക് കോർഡിനേറ്റ് ആണെങ്കിൽ അതിന്റെ എതിർ കോണുകളുടെ തുക എത്ര ആയിട്ട് നമുക്ക് അറിയാം? 180 ആണെന്ന് അറിയാം, 180. സപ്പോസ് ഞാൻ ഈ ആംഗിൾ എ എക്സ് ഡിഗ്രി എന്ന് ചൂസ് ചെയ്തു. ക്ലിയർ അല്ലേ? അതിനൊക്കെ മുമ്പ് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് എ ബി സി ഡി സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ള മെത്തേഡ് എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന് സമം എത്ര കിട്ടിയാൽ മതി? 180 ഡിഗ്രി കിട്ടിയാൽ നമുക്ക് എന്തെന്ന് പറയാം? അത് സൈക്ലിക് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ തെളിയിക്കേണ്ടത് ഇത്രയാണ്. ഇവിടെ നമുക്ക് ഞാൻ ആംഗിൾ എ എടുത്താൽ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ സിയും തമ്മിൽ കൂട്ടുമ്പോ എത്ര ഡിഗ്രി കിട്ടുമോ നോക്കിയാൽ മതി? 180. അതേപോലെ തന്നെ ആംഗിൾ ഡിയും അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ബിയും തമ്മിൽ കൂട്ടുമ്പോ 180 കിട്ടുന്നു. ഇതാണ് നമുക്കുള്ള ആകെ ഒരു മാർഗം എന്ത് നോക്കാൻ? എ ബി സി ഡി സൈക്ലിക് ആണോ? ഞാൻ എവിടെ തുടങ്ങുന്നത് കേട്ടോ? ഇതാണ് നമുക്ക് തെളിയിക്കുന്നത്. ഞാൻ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ആദ്യം ഞാൻ പി ക്യൂ അടയാളപ്പെടുത്തി. അപ്പൊ ഇതൊരു സൈക്ലിക് കോർഡിനേറ്റ് ആണെന്ന് മനസ്സിലായി. ഈ ഒരു ആംഗിൾ എക്സ് ഡിഗ്രി. ഈ ആംഗിൾ എക്സ് ഡിഗ്രി ചൂസ് ചെയ്താൽ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ ആംഗിൾ 180 ആരെ കുറച്ചാ? എക്സിനെ കുറച്ചു. അതേപോലെ ഇവിടെ y ഡിഗ്രി നമ്മൾ ചൂസ് ചെയ്താൽ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ ഒരു ആംഗിൾ 180 ആരെ കുറച്ചതാ? y ഡിഗ്രി. കത്തിയോ? സംഗതി കത്തിയോ? റെഡി? ഇനി അടുത്ത വൃത്തത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ കൊടുക്കണം. അടുത്ത വൃത്തത്തിലേക്ക് നോക്കുക. രണ്ടാമത്തെ സർക്കിൾ ഇവിടെ ചെയ്തതുപോലെ ഞാൻ ഇവിടെ ആറിനെയും എസിനെയും ജോയിൻ ചെയ്തു. അപ്പൊ ഇതും പി ക്യൂ എസ് ആർ എന്ന് പറയുന്നത് ഒരു ചതുർഭുജാണ്. എന്ത് ചതുർഭുജാണ്? സൈക്ലിക് തന്നെയാണ്. ഇനി അതിന്റെ ആംഗിൾസും കൂടി നമുക്ക് കണ്ടെത്തണ്ടേ? എങ്ങനെ കണ്ടെത്താം? ഇവിടെ 180 മൈനസ് y ആണെങ്കിൽ രേഖീയ ജോഡി പ്രകാരം അല്ലെങ്കിൽ ലീനിയർ പേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ ആംഗിൾ മക്കളെ ഇത് 180 മൈനസ് y ആണെങ്കിൽ ഇയാൾ ആരായിരിക്കും? y ആയിരിക്കും. കാരണം ഇവർ തമ്മിൽ കൂട്ടിയാൽ 180 കിട്ടണം. ഒന്ന് കൂട്ടി നോക്കുക. y പ്ലസ് 180 മൈനസ് y. y നമുക്ക് ഒഴിവാക്കിയാൽ 180. ഇവിടെ പറയാം 180 മൈനസ് x ആണെങ്കിൽ ഇവിടെ രേഖീയ ജോഡി എടുക്കുമ്പോ നമുക്ക് എത്ര ഡിഗ്രി എന്ന് കിട്ടും? x ഡിഗ്രി. ക്ലിയർ? ഓക്കേ. ഇനി പിന്നെ പണിയൊന്നുമില്ല, നമുക്ക് കിട്ടി, ഐഡിയ കിട്ടി. ഇത് x ആണെങ്കിൽ ഓപ്പോസിറ്റ് 180 മൈനസ് x. ഇവിടെ y ആണെങ്കിൽ ഓപ്പോസിറ്റ് 180 മൈനസ് y. അടുത്ത് ഇത് 180 മൈനസ് x ആണെങ്കിൽ ഇവിടെ x, ഇതോ ഇവിടെ y. ഈ പറഞ്ഞോക്ക് ഇത് x ആണെങ്കിൽ ഓപ്പോസിറ്റ് എത്രയാ? 180 മൈനസ് x. ഇവിടെ y ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് എത്രയാ? 180 മൈനസ് y. കാരണം ഇതും ഒരു ചക്രീയ ചതുർഭുജമാണ്. അപ്പൊ നമുക്ക് എല്ലാ കോണുകളും കിട്ടി. നമുക്ക് തെളിയിക്കുന്നത് കോൺ എയും കോൺ സിയും തമ്മിൽ കൂട്ടിയാൽ 180 കിട്ടോ? നോക്കിയോ? ഓക്കെ. കോൺ എയുടെ എവിടെ എഴുതുന്നുണ്ട്? കോൺ എ അല്ല, കോൺ എ എക്സ് ആണ്. അല്ല, കോൺ സി ഇതാ. കോൺ സി എന്ന് പറഞ്ഞാൽ 180 മൈനസ് എക്സ് ആണ്. എക്സ് എക്സിനെ കുറച്ചാൽ പോയി, ബാക്കി എത്രയുള്ളത്? 180. ഓക്കെ. അടുത്തത് കോൺ ഡിയും കോൺ ബിയും കൂട്ടണം. കോൺ ഡി എന്ന് പറഞ്ഞാൽ y ഡിഗ്രി. ഞാൻ ഇവിടെ കാണുമല്ലോ അല്ലെ? അല്ലെങ്കിൽ മോളിൽ ഇവിടെ y ഡിഗ്രി. ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ ബി എന്ന് പറയുന്നത് 180 മൈനസ് y ഡിഗ്രി. y മൈനസ് y പോയി, ബാക്കി എത്രയുള്ളത്? 180. അതായത് നമുക്ക് എഴുതാം 4. എന്തെഴുതാ? പറയൂ. ABCD is a ABCD is a cyclic quadrilateral. ഒരു ചക്രീയ ചതുർഭുജമാണെന്ന് നമ്മൾ തെളിയിച്ചു. അപ്പൊ നമ്മൾ ഇവിടെ എന്തെങ്കിലും പുതുതായിട്ട് പഠിച്ചോ? ഒന്നും പഠിച്ചില്ല.
നമ്മൾ പഠിച്ചെന്താണ് എന്താണ് ചതുർഭുജം. ചതുർഭുജമാണോ തെളിയിക്കാനുള്ള ആദ്യ മെത്തേഡ് എന്ന് പറയുന്നത് അതിന്റെ എതിർ കോണുകൾ തുക 180 കിട്ടോ കിട്ടൂല നോക്കിയാൽ മതി. ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതെന്താണെന്ന് മനസ്സിലാക്കി, ചക്രീയ ചതുർഭുജമാണ്. ഇത് പരീക്ഷക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു കൊടുക്കുക. ഓക്കെ, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക്, സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. മറ്റൊരു ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ഐസോസ്ലെസ് ട്രപീസിയം ഈസ് എ സൈക്കിൾ. സമപാർശ്വ ലംബകം എന്ന് പറയുന്നത് ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ ഇവിടെ ഒരു ചതുർഭുജം വരച്ചിട്ടുണ്ട്. ചതുർഭുജമല്ല, സോറി, ലംബകം, സമപാർശ്വ ലംബകമാണ് കേട്ടോ. അപ്പൊ ലംബകത്തിന്റെ പ്രത്യേകത ആദ്യം നോക്കാം. ഇത് വെറും ലംബകമല്ല, സമപാർശ്വ ലംബകമാണ്. ഇവിടെ ഡി സി എന്ന് പറയുന്നതും എ ബി എന്ന് പറയുന്ന രണ്ട് വരകളും പരസ്പരം എന്തായിരിക്കും, സമാന്തരമായിരിക്കും, പാരലൽ ആണ്. പിന്നെ ഈ പാരലൽ അല്ലാത്ത എ ഡി എന്ന് പറയുന്ന വശവും ബി സി എന്ന് പറയുന്ന സൈഡും എന്തായിരിക്കും, തുല്യമായിരിക്കും. ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യാം, ഈ രണ്ട് സൈഡും എന്താണ്, തുല്യമായിരിക്കും. കാരണം ഇതിനെയാണ്, അതുകൊണ്ടാണ് ഇതിന് എന്തെന്ന് പറയുന്നത്, സമപാർശ്വലംബം. ഇനി ഇത് എന്താണ്, ഒരു എന്ത് തെളിയിക്കണം നമുക്ക്, സൈക്ലിക് ആണ്, സൈക്ലിക് കോർഡിലായിട്ടുള്ളതാണ് തെളിയിക്കുന്നത്. ഇപ്പൊ നമുക്കിങ്ങനെ ഇതിന്റെ നാല് മൂലകളും ഇങ്ങനെ വൃത്തത്തിൽ തൊടുന്ന രീതിയിൽ ഇങ്ങനെ വൃത്തൊക്കെ വരക്കേണ്ട ആവശ്യമില്ല, ഇല്ലല്ലോ. നമ്മൾ എങ്ങനെ തെളിയിക്കാം? അപ്പൊ നമ്മൾ തെളിയിക്കാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഈ ഒരു ആംഗിൾ എടുക്കും, അതിന് എതിർ സ്ഥാനത്തുള്ള ഈ കോൺ സി. നമുക്ക് തെളിയിക്കേണ്ടത് ആംഗിൾ എയും ആംഗിൾ സിയും തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി, 180. ഇത് കിട്ടിയാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിട്ട് മാറും, 180ലേക്ക് എത്തും. ക്ലിയർ? ഞാൻ അതിനു വേണ്ടി ചെയ്യുന്ന പണി ഇത്രയേ ഉള്ളൂ. വി നോ ദാറ്റ്, മക്കളെ ശ്രദ്ധിക്കണേ, വി നോ ദാറ്റ്, നമുക്കറിയാം, മലയാളത്തിൽ നമുക്കറിയാം. ഇവിടെ ആംഗിൾ ബിയും ഈ ആംഗിൾ സിയും തമ്മിൽ കൂട്ടിയാൽ എത്രയാണ്, 180 ഡിഗ്രിയാണ്. കാരണം തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡി സി എന്ന് പറയുന്ന സൈഡ് എ ബി എന്ന് പറയുന്ന സൈഡിന് എന്തായതുകൊണ്ട് തന്നെയാണ് സമാന്തരം. നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ ആ ഒരു പോയിന്റ് നമ്മൾ മനസ്സിൽ വെക്കുക. വി നോ ദാറ്റ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി 180. പക്ഷെ നമുക്ക് വേണ്ടത് ആംഗിൾ സിനെ നമുക്ക് ആവശ്യമില്ല, പക്ഷെ ആംഗിൾ എനെ നമുക്ക് ആവശ്യമില്ല. ഈ ബിനെ മാറ്റിയിട്ട് എനോട് ചേർക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ നോക്കണം കേട്ടോ. ഈ ഡിന്ന് പെർപെൻഡിക്കുലർ ആയി ലംബമായിട്ട് ഇങ്ങനെ താഴോട്ടേക്ക് വരച്ചു. ഇവിടെ 90. സിയിൽ നിന്നും ഇതേപോലെ ലംബമായിട്ട് വരച്ചു. ഇതിന് വേണമെങ്കിൽ പേര് കൊടുക്കാം, എ ബി സി ഡി. ഇതിന് ഇ എന്ന് വിളിച്ചോ, ഇതിനെ എഫ് എന്ന് വിളിക്കാം. ഇനി ഇവിടെ രണ്ട് ത്രികോണങ്ങളില്ലേ, രണ്ട് മട്ട ത്രികോണങ്ങൾ, അതിനൊന്ന് ഞാൻ കൺസിഡർ ചെയ്തു. ശ്രദ്ധിച്ചു, കൺസിഡർ ട്രയാങ്കിൾ AED എന്ന് വിളിക്കാം, AED എന്ന് വിളിക്കാം. ഇതിനെ എന്താ വിളിക്കാം നമ്മള്, BFC വിളിച്ചു. അപ്പൊ ഇതിന് രണ്ടിനും എന്തൊക്കെ എന്തുണ്ട്, ഒരു സാമ്യങ്ങളുണ്ട് അല്ലെ. ഏതൊക്കെ സാമ്യങ്ങൾ നോക്കാം. AD BC ഈ രണ്ട് വശങ്ങളും തുല്യമാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്, കാരണം ഇതൊരു സമപാർശ്വ ലംബമാണല്ലോ അല്ലെ. AD BC വശങ്ങൾ തുല്യം. ഇവിടുന്ന് ഇത് രണ്ടും സമാന്തരമല്ലേ, DCയും ABയും സമാന്തരമാണെങ്കിൽ അതിന്റെ പാരലൽ ലൈൻസുകൾക്ക് തമ്മിലുള്ള ഈ ഒരു ഗ്യാപ്പ്, ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആവണല്ലോ. അപ്പൊ നമുക്ക് DE എന്ന് പറയുന്ന വശവും പറയും CF എന്ന് പറയുന്നതും ഈക്വൽ ആണ്. കാരണം സമാന്തര വരകൾക്കിടയിൽ പാരലൽ ലൈൻസിന്റെ ഇടയിലുള്ള രണ്ട് വശങ്ങൾ. ഇനിയോ ഇവിടെ കോൺ ഇയും കോൺ എഫും ഈക്വൽ ആണ്. കാരണം 90 ഡിഗ്രി കണ്ടെത്തുന്നു. ഇവിടെ നമുക്ക് 90 ഡിഗ്രി. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങളിലെ രണ്ട് വശങ്ങളും ഒരു കോണും എന്താണ് തുല്യമാണ്. ഇങ്ങനെ രണ്ട് വശങ്ങളും ഒരു കോണും തുല്യമായതുകൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങളെ, മക്കൾ പറയും, ഈ രണ്ട് ത്രികോണങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം,
പറയാം കോൺഗ്രുവന്റ് ട്രയാങ്കിൾ അഥവാ സർവസമ ത്രികോണം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ്. സർവസമ ത്രികോണം കോൺഗ്രുവന്റ് ആംഗിൾ. അപ്പൊ ഈ കോൺഗ്രുവന്റ് ആംഗിൾ പ്രകാരം നമുക്ക് എന്ത് കിട്ടും? ഈ സൈഡ് ഈക്വൽ ആണ്, ഈ സൈഡ് ഈക്വൽ ആണ്. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന രണ്ട് ആംഗിൾ ഈക്വൽ അല്ലേ? അപ്പൊ therefore ആംഗിൾ A is equal to ആംഗിൾ B. ഈ രണ്ട് കോണുകളും തുല്യം. അപ്പൊ മറ്റൊരു രീതിയിൽ പറഞ്ഞാല് തുല്യ വശങ്ങൾ. അപ്പൊ അതിനെതിരെ കിടക്കുന്ന കോണുകൾ തുല്യം അല്ലെ? നമുക്ക് രണ്ട് തുല്യ വശങ്ങൾ, അതിനെതിരെ കിടക്കുന്ന രണ്ട് കോണുകൾ തുല്യം, അങ്ങനെ എടുക്കാം. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ആംഗിൾ A എന്ന് പറയുന്നതും ആംഗിൾ B എന്ന് പറയുന്ന കോണും തുല്യമാണ്. നമ്മുടെ കയ്യിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? we know that angle B plus angle C is equal to 180. ഇവിടെ ആംഗിൾ B യും ആംഗിൾ A യും ഈക്വൽ ആയ കണ്ടീഷൻ പ്രകാരം ഈ B നെ നമുക്ക് തട്ടി ആരെ കൊടുക്കുക? ആംഗിൾ A. therefore angle A plus angle C is equal to 180. അതായത് ഈ ഒരു കോണും തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 180. പിന്നെ ഓട്ടോമാറ്റിക്കലി ആംഗിൾ B യും ആംഗിൾ B യും എന്തായിട്ട് മാറും? 180. therefore പറയ് isosceles trapeze ഇങ്ങനെ എഴുതുന്നില്ല, is a cycle. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇത്രയും നീട്ടി പരത്തിയൊക്കെ പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ലെങ്കിൽ പറഞ്ഞെന്തിനാന്ന് വെച്ചാല് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായിക്കോട്ടെ. ഇതിനൊരു പേര് ഞാൻ പറഞ്ഞില്ലേ, ഈ ട്രയാങ്കിൾ നമ്മൾ കോൺഗ്രുവന്റ് ട്രയാങ്കിൾ അഥവാ സർവസമം. സദൃശ്യം സർവസമം നന്നായിട്ട് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഇതാണ് prove that any outer angle of a cyclic quadrilateral is equal to the inner angle at the opposite vertex. മലയാളത്തിൽ പറഞ്ഞാല് ഒരു ചതുർഭുജത്തിന്റെ, ഞാൻ ചിത്രം വരച്ചിട്ട് എന്ന് പറയാം, ഒരു ചതുർഭുജത്തിന്റെ നമ്മളൊരു ചതുർഭുജം എടുത്തു. അത് A B C D. ടെക്സ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഒരു ചതുർഭുജത്തിന്റെ ഒരു കോൺ ഞാൻ ഫിക്സ് ചെയ്തു. ഇതിനെയാണ് ഇന്നർ ആംഗിൾ എന്ന് പറഞ്ഞാൽ prove that any outer angle of a cyclic quadrilateral is equal to inner angle at the opposite. അപ്പോൾ ഞാൻ തിരിച്ചു പറയാം. അപ്പോൾ ഇതൊരു ഇന്നർ ആംഗിൾ ആണ്, അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ ഔട്ടർ ആംഗിൾ. മനസ്സിലായോ? തിരിച്ചു വന്നാൽ ഒരു ചതുർഭുജത്തിന്റെ ബാഹ്യകോണിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് കിടക്കുന്ന ആംഗിളുമായിട്ട് ഇന്നർ ആംഗിളുമായിട്ട് ഈക്വൽ ആണെന്ന് തെളിയിക്കാനാണ്, പ്രൂവ് ചെയ്യാൻ. അതായത് ഇങ്ങനെ അർത്ഥം, ആംഗിൾ A is equal to ആംഗിൾ ഇവിടെ ഉപയോഗിച്ച് ABCD ഇങ്ങനെ ഈ നോക്കിയാൽ ആംഗിൾ DCE എന്നാണ് പ്രൂവ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ. ഇതിനെയാണ് ഔട്ടർ ആംഗിൾ, ബാഹ്യകോൺ. ഇത് ഉള്ളിലെ കോൺ. ബാഹ്യകോണ് എവിടുത്തെ ഏതുമായിട്ട് തുല്യമാണ് തെളിയിക്കുന്നത്? അതിന്റെ ഓപ്പോസിറ്റ് ഏത് മൂലയിലെ കോണുമായിട്ട് തെളിയിക്കുന്നത്. അതായത് കോൺ A സമം കോൺ DCE. മലയാളം എഴുതാൻ സ്ഥലമല്ല, അതുകൊണ്ടാണ് ടെക്സ്റ്റ് കണ്ടുവരേണ്ട ആവശ്യം. ഓക്കെ, അപ്പോ നമ്മൾ എങ്ങനെ തെളിയിക്കാം? അപ്പൊ നമ്മൾ ആലോചിച്ചു ABCD എന്ന് പറയുന്നത് ചക്രീയ ചതുർഭുജാണല്ലോ അല്ലെ? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്, ബിക്കോസ് ഓൾ ഫോർ വെർട്ടീസസ് ഓൺ ദി സർക്കിൾ. സോ ചൂസ് ആംഗിൾ A is equal to x. ആംഗിൾ A നമുക്ക് എന്താക്കാം? x ആക്കാം. ഞാൻ തൊട്ടൊരു മുന്നേ ക്വസ്റ്റ്യനിൽ ഈ ഒരു സാധനം ഞാൻ വെച്ചൊരു ഹിന്റ് ഇട്ട് വെച്ചിരുന്നു, ഞാൻ അന്ന് പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ ഇതിനെ x എന്ന് വിളിച്ചാൽ അതിന്റെ എതിർ കോണായിട്ടുള്ള ഈ കോൺ എത്രയായിരിക്കും? 180 - x ആയിരിക്കും. കണ്ടീഷൻ അപ്ലൈ. എന്തുകൊണ്ട്? ഇതിന്റെ എതിർ കോണുകൾ എടുക്കുക 180 ആവണം, കാരണം ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഇത് 180 - x ആണെങ്കിൽ ഇവിടെ നടക്കുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? x ഡിഗ്രീസ്. വൈ? എന്തുകൊണ്ട്? ഇതൊരു രേഖീയ ജോഡിയാണ്, ലീനിയർ പെയർ. ഇനി നോക്ക്, ആംഗിൾ A x ആണ്, ആംഗിൾ DCE x ആണ്. therefore നമ്മുടെ x is equal to x. അങ്ങനെ തന്നെ എഴുതാം അല്ലേ? അപ്പൊ എന്താണ് ഈ രണ്ട് ആംഗിൾസും സെയിം ആണ്, ഈക്വൽ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഓക്കെ, 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. നീട്ടി പരത്തി എന്ന് പറയുന്നത് നമുക്ക് മൈൻഡിൽ അറിയുന്ന പോയിന്റ്സ് ഉപയോഗിച്ചിട്ട് എന്താക്കുക ചെയ്താൽ മതി. ഇവിടെ എന്തെങ്കിലും അറിയാത്തതുണ്ടോ? ഇല്ല. ക്ലിയർ മക്കളെ? ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒറ്റ ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമ്മൾ എന്താക്കാം? വൃത്തവും ചതുർഭുജവും തമ്മിലുള്ള ഭാഗം നമുക്ക് എന്താക്കാം? അവസാനിപ്പിക്കാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ,
ഞാൻ ചിത്രം ബോർഡിൽ വരച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യന്റെ കൂടെ എഴുതുക കേട്ടോ. കാൽക്കുലേറ്റ് all angles of quadrilateral ABCD and their diagonals. Okay. മലയാളം ചതുർഭുജം ABCDയുടെ കോണുകളും വികർണങ്ങൾക്കിടയിലെ കോണുകളും എന്താക്കണം കാണുക. രണ്ട് കോണുകൾ തന്നിട്ടുണ്ട്. ഇവിടെ രണ്ടല്ല 3 കോണുകൾ 50, 30 and 45. ഇതിനെ ചെയ്യാനുള്ള മെത്തേഡ് നന്നായി ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു സർക്കിൾ നമ്മൾ എടുത്താൽ നമ്മൾ ഒരു സർക്കിൾ എടുക്കും. ഇതിലൊരു ഞാനാണ് അല്ലെ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു ഞാണിൽ നിന്നും അല്ലെങ്കിൽ ഒരു കോഡിന്റെ രണ്ട് എൻഡിൽ നിന്നും നമ്മൾ സർക്കിളിലേക്ക് പാസ് ചെയ്യുന്ന ആംഗിൾസ് എല്ലാം എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, സെയിം ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ ഒരു പോയിന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ത്രൂ ഔട്ട് ഉണ്ടാക്കുന്നത് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. എന്റെ കൈകൾ പോകുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഒരു 2-3 പ്രാവശ്യം പറയുമ്പോൾ ക്ലിയർ ആവും. ഞാൻ ആദ്യം ഈ 30 ഡിഗ്രി ശ്രദ്ധിക്കണേ. 30 ഡിഗ്രി അഥവാ 30 ഡിഗ്രി എന്ന് പറയുന്നത് ഏത് ഞാണിൽ നിന്ന് വരുന്ന കോണാണ്. അതാ 30 ഡിഗ്രി ഞാൻ ഇങ്ങനെ കൈയോട് ഇങ്ങനെ പോയാൽ നിങ്ങൾക്കറിയാം AB എന്ന് പറയുന്ന ഞാണിൽ നിന്നാണ്. ഞാൻ എന്റെ കൈ ഇങ്ങനെ എടുക്കുന്നത് നോക്കട്ടോ. AB എന്ന് പറയുന്ന ഞാൻ എടുക്കും. അപ്പൊ AB എന്ന് പറയുന്ന ഞാൻ ഇങ്ങനെ വരച്ചപ്പോഴാണ് വൃത്തത്തിലേക്ക് വരച്ചപ്പോൾ എനിക്ക് 30 ഡിഗ്രി കിട്ടി. ക്ലിയർ ആണോ? അതേ AB എന്ന് പറയുന്ന ഞാനിൽ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും സർക്കിളിലേക്ക് പാസ് ചെയ്തിട്ടുണ്ടാവും. സർക്കിളിലേക്കാണ് കേട്ടോ. ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്തിട്ടുണ്ട്. സർക്കിളിലല്ല, സർക്കിളിന്റെ ഉള്ളിലാണ്. സർക്കിളിലേക്ക് താൻ പാസ് ചെയ്യുന്നത് AB ഇങ്ങനെ പോകുമോ. ഇവിടെ ഒരു കോണ് കാണുന്നില്ലെങ്കിൽ ആ കോണിന്റെ ഡിഗ്രി എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി. അപ്പൊ നമുക്ക് എഴുതാം AB ആണ് നമ്മൾ എടുക്കുന്നത്. ആംഗിളിന്റെ പേര് എഴുതുന്നുണ്ട് ആംഗിൾ ADB. Angle ADB is equal to neither ACB. Angle ACB is equal to 30 degree. അതാണ് നമ്മൾ കൈ പോകുന്നത് നന്നായിട്ട് നോക്കുക കേട്ടോ. സാറെ കൈ പോകുന്നത് എങ്ങനെയാണോ ആ രീതി നിങ്ങൾ നോക്കുക. കൈ ഇങ്ങനെ കൊണ്ടുപോയാൽ മതി. നോക്കണേ. അടുത്ത നമ്മൾ നോക്ക്. ഈ 45 ഡിഗ്രി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ 45 ഇങ്ങനെ കൈ ഇങ്ങനെ കൊണ്ടുപോയാൽ എവിടെ നിന്നാണ് AD എന്ന് പറയുന്ന കോഡിൽ നിന്നാണ് നമ്മൾ വരച്ചത് 45 ഡിഗ്രിയെ. അതേ AD-യിൽ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? ഉണ്ടോ? AD ഇങ്ങനെ പോകുന്നത് ബിയിലേക്ക്. അപ്പോ ഈ രണ്ട് കോണുകളും പേര് ACB ACB equal to ABB ആണ്. ABB is equal to 45 degree. Listen here. Clear? Then next ഇവിടെ ക്വസ്റ്റ്യൻ 50 തന്നിട്ട് 50 എവിടെ വരുന്നത് നോക്ക്. 50 നോക്കണേ. 50 ഇങ്ങനെ പോകുന്നത് CD എന്നാ ഫിക്സ് ചെയ്തത്. ആ CD എന്ന് വേറെ എവിടെയെങ്കിലും ഫിക്സ് ചെയ്തിട്ടുണ്ടോ? നോക്കണം. CD എന്താ ഇങ്ങനെ ബിയിലേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇത് 50 ആണെങ്കിൽ ഈ കോണും ഏതിലെങ്ങനെ നോക്കണം. CAD കോണ് CAD is equal to CBD കോണ് CBD equal to 50. ക്ലിയർ ആണോ? അപ്പൊ തന്ന കോണുകളൊക്കെ കഴിഞ്ഞു. ഇനി തരാത്ത കോണുകൾ എവിടേക്കുള്ളതാ? ഇനി കിട്ടാത്തത് ഇവിടെ നിന്ന് കിട്ടാനുണ്ട്, ഇവിടെ കിട്ടാനുണ്ട്. ആ രണ്ട് കോണുകൾക്കും എന്തെങ്കിലും പ്രത്യേകത ഉണ്ട്. ഈ കോൺ എവിടെ വരുന്നത് നോക്ക്. BC എന്നാണ്. ആ BC പോകുന്ന ഈ കോണും. അപ്പൊ ഈ രണ്ട് കോണുകളുടെയും വില എന്താണെന്ന് മനസ്സിലായി? തുല്യമാണ്. പക്ഷെ കോണുകൾ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ആ കോണുകൾ കാണാൻ എന്തെങ്കിലും മാർഗമുണ്ടോ സുഹൃത്തുക്കളെ? എന്തെങ്കിലും മാർഗമുണ്ടോ? ഉണ്ട്. എന്താണ് മാർഗം? പറയും. കോണുകൾ കാണുന്നതിന് മാർഗമുണ്ടോ? ഈ ABCD എന്ന് പറയുന്നത് എന്ത് ചതുർഭുജാണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്, അഥവാ ചക്രീയ ചതുർഭുജാണ്. അതായത് ഈ കോൺ എയും കോൺ സിയും തമ്മിൽ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രിക്ക് തുല്യമാണ്? 180 അല്ലേ? നോക്കണേ. കോൺ A പ്ലസ് കോൺ C സമയത്ത് ഡിഗ്രിയാണ് 180. അപ്പൊ ഇവിടെ എല്ലാ കോണുകളും കിട്ടി. ഈ ഒരു ചെറിയ കുഞ്ഞി കോണ് കിട്ടിയിട്ടില്ല. അപ്പൊ അത് കിട്ടാൻ 180 ഉണ്ട്. ആരൊക്കെ ഒഴിവാക്കണം? 50 ഒഴിവാക്കണം. പിന്നെ 45 ഒഴിവാക്കണം. പിന്നെ 30 ഒഴിവാക്കണം. അപ്പോ 180 മൈനസ് പറയും 50 പ്ലസ് 45
95. 95 plus 30, 125. Clear അല്ലേ? Clear അല്ലേ? അപ്പോ 180 to 125 minus ചെയ്താൽ 25 to 30, 130, 55 ആൻസർ. ഓക്കേ, അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 55. ഓട്ടോമാറ്റിക്കലി ഈ ആംഗിൾ 55. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. ആംഗിൾ BAC. Angle BAC is equal to angle BDC. Angle BDC. Equal to 55. Condition ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി their diagonals, നമ്മുടെ diagonals നമ്മൾ ആംഗിൾ കാണാം. അതിനെ പണിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ ട്രയാംഗിൾ എടുക്കുക. ചെറിയൊരു ട്രയാംഗിൾ ഈ ചെറിയ ട്രയാംഗിൾ 50 30. ഒന്നാടെ 50 30. 8 ഇവിടെ ഭാഗ്യത്തിലാണ് 180 ഇത് 100 ആണെങ്കിൽ ഇത് 100 കാരണം ഇത് ഓപ്പോസിറ്റ് ആംഗിൾ അപ്പൊ ഇതോ നമുക്ക് 45 plus 55 പറയും 45 കൊണ്ട് 5 ആഡ് ചെയ്താൽ 50 50 plus 50 that is 100 ഇവിടെ ബാക്കി 18 ഇവിടെ ബാക്കി 18 അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ. അപ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ 4 മാർക്ക് നമുക്ക് ഇവിടെ അല്ലേ നമ്മൾ പഠിച്ച പോയിന്റുകളോ ഒരു സർക്കിൾ നമ്മുടെ കയ്യിലെങ്കിൽ ഒരു കോഡ് നമ്മുടെ കയ്യിലെങ്കിൽ ആ കോഡിൽ നിന്ന് സർക്കിളിലേക്ക് പാസ് ചെയ്യുന്ന ആംഗിൾസ് ഒക്കെ എന്താണ് ചെയ്യുന്നത് ആ കണ്ടീഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? റെഡി? അപ്പൊ നമ്മള് ബാക്കി ടോപ്പിക് നമുക്ക് എന്താക്കാം നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു.